ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ നടക്കുന്നു. ലഹരി ഉപയോഗത്തിൻ്റെ ഫലമായി ഇപ്പോൾ അക്രമങ്ങളൊക്കെ നടന്ന് പല ആളുകളും വധിക്കപ്പെടുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ലഹരി ഉപയോഗം നമുക്ക് ഒരിക്കലും തുടച്ചു നീക്കാൻ കഴിയില്ല. ഇതിന് എല്ലാ ആളുകളുടെയും അധികാരികളുടെയും എല്ലാം സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് തുടച്ചു നീക്കാൻ കഴിയാത്തത്. ഇതിനെ എതിർത്ത് കഴിഞ്ഞാൽ അവരെ അക്രമത്തിന് ഒക്കെ ഇരയാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇത് നമുക്ക് തുടച്ചു നീക്കാൻ കഴിയില്ല. മാക്സിമം ബോധവൽക്കരണം ചെയ്ത് ഓരോ വ്യക്തിയിലും കുടുംബത്തിലും അത് ചെന്ന് സംസാരിച്ച് അതിനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. പിന്നെ ഇന്നത്തെ പ്രശ്നമാണ് ഇപ്പോൾ തൊഴിലില്ല, അല്ലെങ്കിൽ വീടുകളിലുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള ഇതിൽ ജപ്തി, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ഇപ്പം മരണപ്പെടുന്നു. അതും ഒരു ഭയങ്കരമായ പ്രശ്നമാണ്. പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ. ആശാവർക്കറുടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ പല വിഷയങ്ങളെ അഭിമുഖീകരിച്ചാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരുകളെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഓട്ടോറിക്ഷ മീറ്ററിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ് കേരളത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇത് വന്നു, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, പക്ഷെ അറിഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ഓർക്കണം.